ഏവർക്കും യൂണിക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ രണ്ട് തരം ആൾക്കാരാണുള്ളത്. ഒന്ന് ബയറും ഒന്ന് അതുപോലെ സെല്ലറും. ഓക്കെ, മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 24-ാം തീയതി തൊട്ടുള്ള ഈ ഒരു റേഞ്ച് നമുക്കത് സ്കൈ ബ്ലൂ കളർ കൊടുക്കാം. ഈ ഒരു റേഞ്ച് ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി. മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് അന്ന് ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ആ ഒരു റേഞ്ചിൽ നമ്മൾക്ക് ഇവിടെ ഒരു ബയർ ഈ ഒരു സ്ഥലത്തുണ്ട് ആക്റ്റീവ് ആവുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല. ഇവിടെ ഫസ്റ്റ് തവണ ബയർ ശ്രമിച്ചു, ബ്രേക്ക് ചെയ്യാൻ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ശ്രമിച്ചു, പറ്റിയില്ല. മൂന്നാമത് ശ്രമിച്ചു, പറ്റിയില്ല. ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് 24, 25, 27 ട്രേഡ് ചെയ്ത്. അതിനുശേഷം വീണ്ടും എന്താ സംഭവിച്ചത്? മാർക്കറ്റ് വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ടാണ്. താഴോട്ട് മാർക്കറ്റിൽ നമുക്കെന്താ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത്രയും നാളായിട്ട് മാർക്കറ്റ് താപ്പോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു 22,000 റേഞ്ചിൽ നിന്ന് 22,000-ത്തിനടുത്തുനിന്ന് മാർക്കറ്റിൽ എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക്? ഇവിടെ എന്താണ് ബയർ ഇവിടെ എന്തോ ഒരു രീതിയിൽ ബയർ ഇവിടെ ചേർത്ത് നിൽക്കാനാണ് നോക്കുന്നത്. ബയറിൻ്റെ ഇവിടെ ബയറിൻ്റെ ചെറിയൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. അതായത് ബയർ ഇവിടെ ബൈ ചെയ്യുന്നു. ഈ ഒരു ലെവൽ വന്നപ്പം ബയർ ബൈ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ ബയർ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പരമാവധി ശ്രമിച്ചെങ്കിലും 22,100 എന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഇവിടെ ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, നാളത്തെ ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ നാളത്തെ ലെവലാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ കണ്ടില്ല, ഈ ഒരു 28 മാർച്ച് 3 മാർച്ച് 4 ഈ ഇത്രയും നാളത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ ഫോം ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്താണ്, ഈ 28 മാർച്ച് 3 മാർച്ച് 4 ഈ ഒരു പ്രൈസ് ആക്ഷനാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിൽ നമുക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലെവലിൽ മാർക്കറ്റ് പോയിരിക്കും. ഇവിടുന്ന് മാർക്കറ്റ് അവിടുന്ന് മാർക്കറ്റ് 22,300 വരെ ഉള്ള സാധ്യതയുണ്ട്. 22,300 വരെ പോകാനുള്ള ഈ ഒരു ലെവൽ, ഈ ഒരു പ്രൈസ് ആക്ഷൻ ബ്രേക്ക് കഴിഞ്ഞാൽ 22,300 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ഇത് ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവൽ ഇതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ലെവൽ 22,150, അതിനുശേഷം 22,300 വരെ പോകാനുള്ള സാധ്യത. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന്. ഇത് മാർക്കറ്റാണ്. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? 10 രൂപ മാർക്കറ്റിൽ 10 രൂപയുടെ പ്രീമിയം 500 പോകും. 500 രൂപയുടെ പ്രീമിയം 10. ഇത് ഇവിടെ നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റബിൾ അല്ല മാർക്കറ്റിൽ നമുക്ക്. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഏത് ലെവലിൽ നിന്നും മുകളിൽ കിട്ടും? 22,300 22,315. ഓക്കെ,
22,315. 22,315 ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് വെച്ചാൽ എന്താ പറയുന്ന ഒരു സ്നൈപ്പർ മൂവ്മെൻറ്റ്. ഓക്കെ, ഒരു സ്നൈപ്പർ മൂവ്മെൻറ്റ് നമുക്ക് 22,315 നിന്ന് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്നൈപ്പർ മൂവ്മെൻറ്റ് കിട്ടും. ഈ ഒരു ലെവൽ നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ബാങ്ക് നിഫ്റ്റി ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ലെവലിൽ 48,400 അപ്പ് സൈഡ് വരും. ഓക്കെ, ഡൗൺ സൈഡ് ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് 47,780. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ജയ് ഹിന്ദ്.